സിനിമാ നിർമ്മാണ ചെലവിലെ വർധനവ് ചർച്ച ചെയ്യാനുള്ള നിർമ്മാതാക്കളുടെയും ഫെഫ്കയുടെയും സംയുക്ത യോഗം പുരോഗമിക്കുകയാണ്. നിർമ്മാണ ചിലവ് കുറയ്ക്കാൻ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കരാറിന് പുറത്തേക്ക് ചിത്രീകരണം ദിവസം നീണ്ടുപോകുന്നതും ചർച്ചയായേക്കും. ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് സൈഫുന്നിസ അലിയാരോട് ചോദിച്ചറിയാം. സൈഫുന്നിസ, ഇപ്പോഴും ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിർമ്മാണ ചിലവ് കുറയ്ക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങളടക്കം നിരവധി തീരുമാനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ച? സംഗീത, ഇപ്പോൾ യോഗം പൂർത്തിയായിരിക്കുകയാണ്. ഫെഫ്കയും ഒപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമാണ് യോഗം ചർച്ച നടത്തിയത്. ഇതിൽ പ്രധാനമായി അവർ ആലോചിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സിനിമയുടെ നിർമ്മാണ ചെലവ് വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ പ്രധാനമായും കാരണം എന്ന് പറയുന്നത് സിനിമയുടെ ചിത്രീകരണ ദിവസങ്ങൾ നീണ്ടുപോകുന്നതാണ്. 70-80 ദിവസത്തേക്ക് 45 ദിവസത്തേക്ക് കരാർ ഉൾപ്പെട്ട സിനിമകളുടെ ചിത്രീകരണം നീണ്ടുപോകുന്നു. അഭിനേതാക്കളുടെ പ്രതിഫലം, മറ്റ് പ്രൊഡക്ഷൻ ചെലവുകൾ തുടങ്ങിയവയെല്ലാം തന്നെ നിർമ്മാതാക്കൾക്ക് താങ്ങാവുന്നതിലും അധികമാണ് എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇതിൽ ഫെഫ്കയെ അറിയിച്ചത്. ഇക്കാര്യത്തിൽ കരാറിനകത്ത് തന്നെ ചിത്രീകരണം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന ധാരണയിലേക്ക് യോഗം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ഈ നിർമ്മാതാക്കൾക്ക് ഫെഫ്കയ്ക്ക് മാത്രമല്ല താരങ്ങൾക്ക് കൂടി ഇതിലൊരു പങ്കുണ്ട്. കാരണം പല സിനിമകളിലും താരങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ തന്നെ മറ്റൊരു സിനിമയിൽ കരാറൊപ്പിടുന്നു. ചില സിനിമകളിലേക്ക് ക്യാമിയോ അപ്പിയറൻസ് ആണെങ്കിലും പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ അക്കാര്യങ്ങളിൽ നീണ്ടുപോകുന്നു എന്നുള്ളതും ഒരു പരാതിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ നിർമ്മാതാക്കളുടെ തീരുമാനം എന്ന് പറയുന്നത് ഈ കരാറിനകത്ത് തന്നെ സിനിമകൾ പൂർത്തിയാക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ സാങ്കേതിക വിദഗ്ധരോ അതല്ലെങ്കിൽ അഭിനേതാക്കളോ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള തരത്തിലേക്കാണ് നിർമ്മാതാക്കൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും അത് കൂടാതെ തന്നെ ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ വിവാദങ്ങൾ കൂടി നിലനിൽക്കെ അക്കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി എന്നാണ് അറിയുന്നത്. സംഗീത.